പ്രിയമുള്ളവരെ, 2026 കേരള അസംബ്ലി തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കവേ മറ്റൊരു രാഷ്ട്രീയ വിവാദം കത്തിപ്പടരുകയാണ്. അത് എസ് ടി പി സി പി എം ബാന്ധവമാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും ആരോപിക്കുന്നത് എസ് ടി പിയും സി പി എമ്മും തമ്മിൽ കുറച്ചധികം സീറ്റുകളിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. അതിന് അടിസ്ഥാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ടി പിയുടെ നേതാവ് മുഹമ്മദ് ഫൈസിയുടെ ഒരു അഭിമുഖം പുറത്തു വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുമായി എസ് ടി പി ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുമെന്നാണ്. അത് ഒളിഞ്ഞുകൊണ്ടല്ല, മറിച്ച് തെളിഞ്ഞുകൊണ്ടാണ്. അതായത് അവരുമായി വേദികൾ പങ്കിട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുമെന്നാണ്. ഉദാഹരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും പറയുന്നത് അത് സി പി എം ആണ് എന്നതാണ്. അതിന് ഏറ്റവും പ്രധാനമായും അവർ ഉദാഹരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് വേങ്ങര നിയമസഭാ നിയോജക മണ്ഡലമാണ്. വേങ്ങരയിൽ കഴിഞ്ഞ പ്രാവശ്യം 2021 എസ് ഡി പി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സബാഹ് കുന്നുപുഴയ്ക്കൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് 2026 എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെയും എസ് ടി പിയുടെയും ഒന്നുപോലെ കണ്ണിലെ കരടായ കെ എം ഷാജിയാണ് അവിടെ സ്ഥാനാർത്ഥി. 2021 11,255 വോട്ടുകൾ പിടിച്ച എസ് ടി പിക്ക് വേങ്ങരയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയില്ല. മാത്രമല്ല അതേ സ്ഥാനാർത്ഥി 2021 എസ് ടി പി സ്ഥാനാർത്ഥി ഇപ്പോൾ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഇത് ഏറ്റവും വ്യക്തമായ ഉദാഹരണം തന്നെയാണ്. കാരണം ഇതിനപ്പുറം ഉദാഹരണങ്ങളൊന്നുമില്ല. എസ് ടി പിയും സി പി എമ്മും തമ്മിൽ രഹസ്യധാരണ ഉണ്ട് എന്നതിന് ഉദാഹരിക്കാൻ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംസ്ഥാനത്താകമാനം എസ് ഡി പി മത്സരിക്കുന്നത് കത്രിക ചിഹ്നത്തിലാണ്. വേങ്ങരയിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സബാഹ് മത്സരിക്കുന്നത് കത്രിക ചിഹ്നത്തിലാണ്. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി മാധ്യമങ്ങൾ എടുത്തു കാട്ടുന്നുണ്ട് എസ് ടി പി സി പി എം ധാരണയ്ക്ക്. മറ്റൊന്നുകൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതായത് മഞ്ചേശ്വരത്ത് നേരത്തെ എസ് ഡി പി സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരുന്നു. അതിനുശേഷം എൽ ഡി എഫിന് ആദ്യം എസ് ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. അതിനുശേഷം എസ് ഡി പി സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരുന്നു. അതിനുശേഷം എസ് ഡി പി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് മഞ്ചേശ്വരത്ത് അവർ എൽ ഡി എഫിനെ പിന്താങ്ങുമെന്നാണ്. നമുക്കറിയാം മഞ്ചേശ്വരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം. മഞ്ചേശ്വരത്ത് സി പി എം 3-ാം സ്ഥാനത്താണ്. അവിടെ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം. എസ് ടി പി സി പി എമ്മിനെ പിന്തുണച്ചാൽ സി പി എമ്മിൻ്റെയും എസ് ടി പിയുടെയും വോട്ടുകൾ കൂട്ടിവെച്ചാൽ പോലും ബി ജെ പി അവിടെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. ആ അവസരത്തിൽ എസ് ടി പിയുടെ രാഷ്ട്രീയ തീരുമാനം പരോക്ഷമായി ബി ജെ പിയെ സഹായിക്കുന്നതിന് തുല്യമാണ്. അതായത് എസ് ടി പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും എസ് ഡി പി സി പി എമ്മിനെ പിന്തുണച്ചാലും മഞ്ചേശ്വരത്ത് ഉണ്ടാകുന്നത് ഒരേ രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്കാണ്. അതായത് അത് രണ്ടും കൊണ്ടും അർത്ഥമാക്കുന്നത് ബി ജെ പിയെ സഹായിക്കുക എന്നതാണെന്നാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ആരോപിക്കുന്നത്. മറ്റൊരു കാര്യം അവർ ഉദാഹരിക്കുന്നത് അമ്പലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. കാരണം അമ്പലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയ മണ്ഡലമാണ്. ഒരു പഞ്ചായത്തിൽ 5-ൽ-അധികം സീറ്റുകൾ പഞ്ചായത്തിൽ എസ് ഡി പിക്കുണ്ട്. മാത്രമല്ല അമ്പലപ്പുഴ പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്. പക്ഷേ എന്നിട്ടും എസ് ടി പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. ആ മണ്ഡലത്തിലെ പോരാട്ടം എന്ന് പറയുന്നത് എച്ച് സലാം സി പി എം സ്ഥാനാർത്ഥിയും ജി സുധാകരൻ പഴയ സി പി എം സ്ഥാനാർത്ഥി സി പി എം നേതാവ് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നാണ്. പ്രത്യേകിച്ചും എച്ച് സലാമിന് മേലുള്ള സി പി എം നേതാവായ എച്ച് സലാമിന് മേലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് അദ്ദേഹം എസ് ടി പിയുമായി ബന്ധം പുലർത്തുന്നതാണ്. അപ്പോൾ എസ് ടി പി അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. അവർ 2026 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയിട്ടും എന്ന ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല തോമസ് ഐസക്ക്, കെ ടി ജലീൽ, നേമത്ത് മത്സരിക്കുന്ന ശിവൻകുട്ടി എന്നീ സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കൾ ആരും തന്നെ എസ് ടി പി സി പി എമ്മിനെ പിന്തുണയ്ക്കും എന്ന നിലപാടിനെ എതിർക്കുന്നില്ല. അവർ വോട്ടിടുമെന്ന് പറഞ്ഞിട്ടും നേരത്തെ പറഞ്ഞതുപോലെ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് വേണ്ട എന്ന ഒരു നിലപാട് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ എടുക്കുന്നില്ല എന്ന ചില രാഷ്ട്രീയ വിശകലനങ്ങളുമൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഈ അവസരത്തിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. എസ് ഡി പിയെ സംബന്ധിച്ച് എസ് ഡി പിയുടെ ഈ സി പി എം ബാന്ധവം അത് ഒരുപക്ഷെ മലബാറിൽ സി പി എമ്മിന് അനുകൂലമായേക്കാമെങ്കിലും തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികൾ ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും നേരത്തെ യു ഡി എഫിനെതിരെ സി പി എം ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നു എന്നതായിരുന്നു. പക്ഷേ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടിയുടെ ചില പ്രസ്താവനകൾ ഉണ്ടാകുന്നു. അവർ കുറച്ച് മണ്ഡലങ്ങളിൽ
LDFിനെ പിന്തുണയ്ക്കും എന്നത്. അതായത് ഈ അവസരത്തിൽ ഇത്തരം രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന മിക്ക പ്രസ്ഥാനങ്ങളും LDFിനോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു ചിത്രം പുറത്തു വരികയാണ്. അത് ഒരുപക്ഷേ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ CPMന്റെ സാധ്യതകളെ ഇല്ലാതാക്കും എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിശകലനമായി പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും SDPയും CPMും ചേർന്ന് നിന്നാലും മലപ്പുറത്തോ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലോ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ മഞ്ചേശ്വരത്ത് CPM SDP ധാരണ പ്രകാരം കുറച്ചധികം വോട്ടുകൾ CPMന് കിട്ടും എന്നതിനപ്പുറം മഞ്ചേശ്വരം നിയമസഭാ നിയോജകമണ്ഡലം പിടിച്ചെടുക്കുവാൻ കഴിയില്ല. പരോക്ഷമായി അവരുടെ രാഷ്ട്രീയ നിലപാട് BJPയെ സഹായിക്കുമെങ്കിലും ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ അവസാനമായി മഞ്ചേശ്വരം നിയമസഭാ നിയോജക മണ്ഡലത്തിനെ കുറിച്ച് പുറത്തു വരുന്ന എക്സിറ്റ് പോളുകൾ അനുസരിച്ച് അവിടെ KM അഷറഫ് ജനകീയനാണ്, അദ്ദേഹം അവിടെ വിജയിച്ചു വരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലബാറിലും മലപ്പുറത്തുമൊക്കെ SDP CPM ധാരണ കൊണ്ട് രണ്ടു കൂട്ടർക്കും നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അത് CPMനെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാകും എന്ന രാഷ്ട്രീയ വിശകലനം പുറത്തു വരികയാണ്. കാരണം ഹൈന്ദവ വോട്ടുകൾ, പ്രത്യേകിച്ചും SDP കുറിച്ച് ഭയമുള്ള ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ അത് CPMനെതിരായി തിരിയുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ചും അവസാനം വന്ന എക്സിറ്റ് പോളുകളിൽ പോലും തിരുവനന്തപുരം ജില്ലയിൽ CPMന് വലിയ രീതിയിലുള്ള ഒരു മേധാവിത്വം പ്രവചിച്ചിരുന്നു. അത് ഒരുപക്ഷെ CPMനെ സംബന്ധിച്ച് ഈ പുതിയ രാഷ്ട്രീയ സഖ്യം തിരിച്ചടി ഉണ്ടാകിയേക്കാം. അത് കറക്റ്റായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ BJP എയിം ചെയ്ത് പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ അവസരത്തിൽ അത് ഒരുപക്ഷെ CPMന്റെ മുന്നോക്ക വിഭാഗ വോട്ടുകൾ, പരമ്പരാഗതമായി കെട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ, അത് CPMന് നഷ്ടപ്പെടുന്നതിന് സാഹചര്യം ഒരുക്കിയേക്കാം. ഒരുപക്ഷെ ആ രാഷ്ട്രീയ ലാഭം അത് BJP കൊണ്ടുപോയേക്കാം എന്ന വിശകലനം വരികയാണ്. എന്തായാലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും SDP നിലപാടുകൾ അത് CPMനെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് SDPയും CPMും തമ്മിൽ. അത്തരം കൊലപാതകങ്ങൾക്കിരയായ കുടുംബങ്ങളെ എന്തു പറഞ്ഞ് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമാധാനിപ്പിക്കും എന്ന ഒരു ചർച്ചയും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ തലശ്ശേരിയിൽ മത്സരിക്കുന്ന കാരായി രാജൻ, അദ്ദേഹം ഫസൽ എന്ന് പറയുന്ന SDP പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പങ്കാളിയാണ് എന്ന് SDP തന്നെ ആരോപിച്ചു. അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളുമായി ഒട്ടൊക്കെ മുന്നോട്ട് പോയതാണ്. ഇപ്പോൾ SDP രാഷ്ട്രീയ നിലപാടുകൾ അനുസരിച്ച് തലശ്ശേരിയിൽ SDP പ്രവർത്തകൻ കാരായി രാജന്റെ കൊലപാതകത്തിൽ പങ്കാളിത്തം വഹിച്ചു എന്ന് SDP ആരോപിക്കുന്ന കാരായി രാജന് പിന്തുണ നൽകേണ്ട ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് SDP എത്തും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത്തരം കാര്യങ്ങളിൽ SDP എങ്ങനെ ന്യായീകരിക്കും എന്ന ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുന്നുണ്ട് കേരളത്തിൽ എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.